ആരോഗ്യപരമായിട്ട് സ്ത്രീകൾ കുറച്ച് പിന്നോക്കമാണെന്ന് വെച്ചാൽ അവർ മുൻതൂക്കം കുട്ടികൾക്ക് കൊടുക്കുകയും ഇവരുടെ ആരോഗ്യസ്ഥിതി അവർ അത്ര ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതിനൊരു മുൻതൂക്കം കൊടുക്കുന്നെങ്കിൽ അത് നല്ലതാണ് പല രീതിയിലും. ഈ പ്രസവ സമയം മുതൽ എല്ലാ സമയങ്ങളിലും സ്ത്രീകൾക്ക് പൂർണ്ണ ആരോഗ്യം കിട്ടുന്ന വിധത്തിലൊരു ഗവൺമെൻറ് സപ്പോർട്ട് കിട്ടുന്നതെങ്കിൽ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അത് സഹായമാവും. എന്ന് വെച്ചാൽ പലർക്കും ജോലി ഇല്ലല്ലോ, പ്രത്യേകിച്ച് എസ്പെഷ്യലി താഴേക്കിടയിലുള്ള ആർക്കും തന്നെ വരുമാന മാർഗ്ഗങ്ങൾ വളരെ കുറവാണ്. കൃഷിപരമായിട്ടോ പഴയ കാലങ്ങളിൽ കൃഷിയിൽ നിന്നെങ്കിലും വരുമാനം ഉണ്ടാവും. ഇന്നിപ്പോൾ അങ്ങനത്തെ വരുമാനമില്ല. മറ്റു തൊഴിൽ മേഖലകളിലൊന്നും തന്നെ ഫാക്ടറികളോ ഒന്നുമില്ല. പണ്ടൊക്കെ കശുവണ്ടി ഫാക്ടറി അങ്ങനെയുള്ള ഫാക്ടറികൾ ചെറുകിട വ്യവസായങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും കിട്ടുന്നതെങ്കിൽ അതൊരു സന്തോഷമായിട്ടാണ് ഞാൻ കാണുന്നത്. പൂർണ്ണമായിട്ടും തൊഴിൽ സാധ്യത ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് BJP ഗവൺമെന്റിൽ. എന്ന് വെച്ചാൽ അവരെ വിശ്വസിച്ച് പലരും ഇവിടെ എത്തുമെന്നുള്ളൊരു പൂർണ്ണ പ്രതീക്ഷയുണ്ട്. എന്ന് വെച്ചാൽ അത്രമാത്രം മോഡിജിയെ കുറിച്ച് പുറം ലോകത്ത്, ഞാൻ സിംഗപ്പൂരിലൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് പല രാജ്യത്ത് പോകുമ്പോഴും നമുക്ക് മോഡി ഗവൺമെൻറ് നമ്മുടെ ഇന്ത്യ ഭരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും എല്ലാ പേരും ഇൻവെസ്റ്റേഴ്സിനെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടെത്തിക്കാൻ ഒരുപാട് സഹായിക്കും.